ആത്മാവുകളുടെ യാത്ര വളരെ മനോഹരമാണ്. ശുഹദാക്കൾ, അള്ളാഹുവിന് വേണ്ടി ജീവത്യാഗം ചെയ്യുന്നവരെ. ഒരു ഇസ്ലാമിക ഗവൺമെന്റ് ഉള്ള കാലത്ത് ഇസ്ലാമിക ഗവൺമെന്റിന്റെ അധികാരിയായ അമീർ അല്ലെങ്കിൽ ഒരു ഖലീഫ രാജ്യം പ്രതിസന്ധിയെ നേരിടുമ്പോൾ യുദ്ധം പ്രഖ്യാപിക്കും. രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി, ദീനിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു രാജ്യത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഉത്തരവിറക്കുമ്പോൾ നടക്കുന്ന യുദ്ധമാണ് ശരിയായ യുദ്ധം. ആ യുദ്ധത്തിൽ ഷഹീദാകുന്നവരാണ് ഷഹീദുകൾ, ശുഹദാക്കൾ എന്ന് പറയുന്നത്. ഒറ്റപ്പെട്ട ഷഹീദുകൾ ഉണ്ടാകാം, ഒരു യുദ്ധത്തിൽ നടക്കുന്ന ഷഹീദ് അങ്ങനെയാണ്. ചാവേറാക്രമണങ്ങളിൽ അവരവരുടെ തോന്നലുകൾക്കനുസരിച്ച് അവനവൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നതനുസരിച്ച് ചെയ്തു കൂട്ടുന്നവ ഷഹാദത്താണെന്ന് പറയാൻ കഴിയുന്നതല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നോക്കൂ, അർവാഹു ശുഹദാഇ ഫീ ത്വയ്രിൻ ഖുദുരിൻ തഅല്ലഖു മിൻ സമരിൽ ജന്നah. റൂഹുകൾ, ശുഹദാക്കളുടെ ആത്മാവുകൾ, അവരുടെ ശരീരം ഭൂമിയിലായി ആ റൂഹുകൾ ആത്മാക്കളുടെ ലോകത്തേക്ക് കയറിപ്പോകുന്നു. അർവാഹു ശുഹദാ, ശുഹദാക്കളുടെ റൂഹുകൾ ഫീ ത്വയ്രിൻ ഖുദുരിൻ, പച്ച നിറമുള്ള പക്ഷികളുടെ ഉള്ളിലാണ്. തഅല്ലഖു മിൻ സമരിൽ ജന്നah, സ്വർഗത്തിന്റെ പഴങ്ങൾ തിന്നു ജീവിക്കുന്ന, സ്വർഗത്തിന്റെ വൃക്ഷങ്ങളിൽ പാറിക്കളിക്കുന്ന, തഅകുലു മിൻ സമരിൽ ജന്നah, സ്വർഗത്തിന്റെ പഴവർഗ്ഗങ്ങൾ തിന്നുകൊണ്ട് ജീവിക്കുന്ന പച്ച നിറമുള്ള പക്ഷികളുടെ ഉള്ളിലാണ് ശുഹദാക്കളുടെ റൂഹുകളെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ മസ്റൂഖ് തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബികൾ ചോദിച്ചിട്ടുണ്ട്, നബിയേ, ആലു ഇമ്രാനിലെ 169ാമത്തെ ആയത്ത് സ്വഹാബികൾ ചോദിക്കുകയാണ്, നബിയേ, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. എന്താണ് നബിയെ ഈ ആയത്തിന്റെ അർത്ഥമെന്ന് സ്വഹാബിമാർ ഹബീബിനോട് ചോദിച്ചിട്ടുണ്ട്. ആയത്തിന്റെ അർത്ഥം, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിക്കുന്ന ആളുകളെ അംവാത, അവർ മരിച്ചവരാണെന്ന് വിചാരിക്കരുതേ. ബൽ അഹ്യാ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ഇൻദ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിന്റെ അരികത്ത്. യുർസഖൂൻ, അവർക്കാവശ്യമായ ഭക്ഷണങ്ങൾ അവർക്ക് നൽകപ്പെടുന്നുണ്ട്. രക്തസാക്ഷികൾ മരിച്ചവരല്ല എന്ന് പരിശുദ്ധ ഖുർആൻ 2 സ്ഥലങ്ങളിലാണ് പറഞ്ഞത്. ഞങ്ങൾ നബിയോട് ചോദിച്ചു, നബിയേ, എന്താണ് ഈ ആയത്തിന്റെ ആശയം എന്ന് പറഞ്ഞപ്പോ ഫഖാല, ലോകത്തിന്റെ ഗുരു ഞങ്ങളെ പഠിപ്പിച്ചു, അർവാഹുഹും ഫീ ജൗഫി ത്വയ്രിൻ ഖുദുരിൻ ലഹാ ഖനാദീലു മുഅല്ലഖതും ബിൽ അർശ്. സ്വർഗ്ഗത്തിലൂടെ പാറിക്കളിക്കുന്ന പച്ച നിറത്തിലുള്ള പക്ഷികളുണ്ട്, മനോഹരമായ പക്ഷികള്. ആ പക്ഷികളാണെങ്കിലോ അർശിന്റെ തൂണുകളിൽ കെട്ടിത്തൂക്കി വെച്ചിട്ടുള്ള മനോഹരമായ വിളക്കുമാടങ്ങളിൽ ചെന്ന് അഭയം പ്രാപിക്കുന്ന പക്ഷികള്. തസ്റഹു മിനൽ ജന്നതി ഹൈതു ശാഅത്, സ്വർഗ്ഗത്തിൽ എവിടെ വേണമെങ്കിലും അവർക്ക് പാറിക്കളിക്കാം. ثم تأوي إلى تلك القناديل, അർശിന്റെ മീതെ തൂക്കിയിട്ടിരിക്കുന്ന വിളക്കുകളിലേക്ക് ആ പക്ഷികൾ അഭയം തേടി വരികയും ചെയ്യും. അങ്ങനെ ഫത്വല ഇലൈഹിം റബ്ബുഹും ഇത്ലാഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പക്ഷികളുടെ ഉള്ളിൽ കിടക്കുന്ന രക്തസാക്ഷികളുടെ ആത്മാക്കളോടായി അല്ലാഹു ചോദിക്കുന്നു, ഹൽ തഷ്തഹൂന ശൈആ, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്റെ ശുഹദാകളെ? ഖാലൂ, അവര് പറയും, അയ്യു ശൈഇൻ നശ്തഹി വനഹ്നു നസ്റഹു മിനൽ ജന്നതി ഹൈതു ശിനാ, അല്ലാഹുവേ, ഈ സ്വർഗ്ഗലോകത്ത് പാറിക്കളിക്കാൻ കഴിഞ്ഞ ഞങ്ങൾക്ക്, ഈ സ്വർഗ്ഗലോകത്തുകൂടെ എവിടെ വേണമെങ്കിലും സഞ്ചാര സ്വാതന്ത്ര്യമുള്ള ഞങ്ങൾക്ക് ഇനി എന്താണ് പടച്ചവനെ നിന്നോട് ചോദിക്കാനുള്ളത്? ഞങ്ങൾക്ക് എന്ത് വേണം റബ്ബേ, എന്ത് വേണം? അല്ലാഹു ആത്മാക്കളോടായി വീണ്ടും ചോദിക്കുന്നു,
ഹൽ തഷ്തഹൂന ശൈആ, നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ, എന്തെങ്കിലും വേണോ, എന്തെങ്കിലും വേണോ? ഹൽ തഷ്തഹൂന ശൈആ 3 തവണ ചോദിക്കുമ്പോൾ അവര് അല്ലാഹുവിനോട് മറുപടി പറയും, യാ റബ്ബ്, അല്ലാഹുവേ, നുരീദു അൻ തറുദ്ദ അർവാഹനാ ഫീ അജ്സാദിനാ, ഞങ്ങളുടെ ആത്മാവുകളെ ഞങ്ങളുടെ ശരീരത്തിലേക്കൊന്ന് തിരിച്ചു തരുമോ? ഹത്താ നുഖ്തല ഫീ സബീലിക മറത്തൻ ഉഖ്റാ, ഒരിക്കലൂടെ നിനക്ക് വേണ്ടി ജീവൻ കൊടുത്ത് മരണപ്പെടാൻ, ഷഹീദാവാൻ ആഗ്രഹമുണ്ട് എന്ന് അവർ ആഗ്രഹം പറയുമ്പോൾ അത് അല്ലാഹു പറയുന്നുണ്ട്, ഇനി നടക്കാൻ പോകുന്നതല്ല. വഅന്നകും ഇലൈഹാ ലാ തുർജഊൻ, നിങ്ങൾ ഭൂമിയിലേക്ക് രണ്ടാമത് തിരിച്ചു വരുന്നവരല്ല. അവർക്ക് മറ്റൊന്നും പറയാനില്ല. റബ്ബേ, ശുഹദാഇന് ഇത്രയും സ്ഥാനം നീ നൽകുന്നുവെങ്കിൽ ഒരിക്കലൂടെ ഒരു ഷഹാദത്ത് ഞങ്ങൾക്ക് നൽകുമോ? ഫലമ്മാ റആ അന്നഹും ലൈസ ലഹും ഹാജ തറക്കഹും, അവർക്ക് കാര്യമായ ആഗ്രഹങ്ങൾ മറ്റൊന്നും പറയാനില്ല എന്ന് വരുമ്പോൾ തറക്കഹും, അല്ലാഹു പിന്നെ അവരോടൊന്നും ചോദിക്കുന്നില്ല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നബി മുഹമ്മദിൻ വ ആലിഹി اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خيرا.